ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്, ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ മുൻപേ കുറേ പുഡിങ്ങൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു പുഡിങ്ങാണിത്, കപ്പ പുഡിങ്. അപ്പോൾ ഈ ഒരു കപ്പ വെച്ചിട്ട് നമുക്ക് തിന്നാലും മതി വരാത്ത അത്രയും രുചിയിൽ നമുക്ക് കപ്പ പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ നല്ല കറക്റ്റ് തന്നെ നമുക്ക് കറക്റ്റ് ആ സ്ട്രക്ചറിൽ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള കപ്പ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടിയത് കപ്പയാണ്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം കപ്പയാണ് എടുക്കുന്നത്, ഇത് മുഴുവൻ എടുക്കുന്നില്ല. അപ്പോൾ ഒരു 100 ഗ്രാം കപ്പക്കാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കപ്പ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 വെള്ളത്തിലോട്ടായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഓരോ കഴുകലിനും നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ഇതിലുള്ള ആ വെള്ള കളറൊക്കെ ഒന്ന് പോയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു 3-4 വട്ടം വെള്ളത്തിൽ കഴുകിയെടുത്ത് ഈ ഒരു വെള്ളം തെളിയുന്നത് വരെ ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും അതേപോലെ ഒന്ന് 3-4 വട്ടമായിട്ട് കഴുകിയെടുത്ത് പിഴിഞ്ഞെടുത്തിരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യം ചൈന ഗ്രാസാണ്. അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പ് ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 10 ഗ്രാമോളം ചൈന ഗ്രാസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിലോട്ട് 10 ഗ്രാം തികച്ച് വേണ്ട, 8 ഗ്രാമോളം മതി. അപ്പോൾ അതിൽ നിന്നും 1/4 ഭാഗം ഞാനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നേ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചാലും മതി. ഞാനിപ്പോൾ സോക്ക് ചെയ്യുന്നൊന്നുമില്ല, ഡയറക്റ്റ് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ ഒരു സമയം തന്നെ വേറൊരു പാനിലോട്ട് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് 1/2 ലിറ്റർ പാലിനാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചൈന ഗ്രാസിൻ്റെ പാലിൻ്റെ ഒക്കെ അളവൊന്ന് ഡബിളാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മധുരമൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ഞാൻ എടുത്തില്ല, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ ഒക്കെ ഇളനീർ പുഡിങ്ങൊക്കെ ചെയ്തതിൽ അതേപോലെയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ അതാണ് ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ്. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും അത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഈ പാലൊന്ന് ചൂടായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കപ്പ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണോളം വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി ഈ ഒരു കപ്പ ഈ ഒരു പാലിൽ കിടന്നിട്ട് വെന്ത് വരണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്തതാണ്. അതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതാ ഇവിടെ കപ്പ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചതും ഇളക്കി കൊടുക്കാൻ മറക്കരുത്. രണ്ടും ഒരേ സമയത്ത് തന്നെ വെച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിലേക്ക് ചൈന ഗ്രാസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചൈന ഗ്രാസും ഈ ഒരു കപ്പയുടെ മിക്സും കൂടെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഇതിൻ്റെ പുഡിംഗ് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ട്രേയിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ മാക്സിമം ഒരു 4 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഈ ട്രേയിലുള്ള ചൂട് ആറിയതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാൻ വെക്കാവൂ. അപ്പോൾ ഇതാ 4 മണിക്കൂറിന് ശേഷം ഞാനിവിടെ പുഡിംഗ് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ ഫ്രൈയിങ് പാനിലോട്ട് കുറച്ച് തേങ്ങയും അതേപോലെ കുറച്ച് പഞ്ചസാരയിട്ട് ഒന്ന് വറുത്തെടുത്താണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇത് നോക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്, ലൂസായി പോയിട്ടില്ല. അതേപോലെ നമുക്കിത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ സെർവ് ചെയ്യാം.
അപ്പോൾ നിങ്ങളടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള മോൾഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചൊക്കെ ഇത് നല്ല സൂപ്പറായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ ഈസി പുഡിങ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്